ശ്രീ കെ എൻ എ ഖാദർ, രണ്ടും കൽപ്പിച്ചുള്ള ഉമ്മൻചാണ്ടിയുടെ കളി UDF പിന്തുണ ഉറപ്പുവരുത്തിയ ശേഷം തന്നെയാണ്. ഈ ബാംഗ്ലൂർ ചർച്ചയുടെ കാര്യം ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുമ്പോഴും അവരും എല്ലാം അറിഞ്ഞിട്ടുണ്ട്. ഇതിന് ശേഷമാണ് ഹൈക്കമാൻഡിൽ നിന്നും പെട്ടെന്നൊരു വിളി വന്നത്. ശ്രീ കെ എൻ എ ഖാദർ, അപ്പോൾ ഇവിടെ പറഞ്ഞ ആ ചർച്ചയ്ക്ക് പ്രസക്തി കൂടുകയാണ്. അല്ല, ഇത് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു അത്ഭുതവും സംഭവിക്കാൻ പോകുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ശ്രീ ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡുമായിട്ടുള്ള സംസാരം കഴിയുമ്പോൾ സംതൃപ്തനാകാനാണ് സാധ്യത എന്നും കോൺഗ്രസ് പാർട്ടി കൂടുതൽ മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ ആ സംസ്ഥാനങ്ങളിലും അതുപോലെ ശരിക്കും ഭാരതീയ ജനതാ പാർട്ടിയും സഖ്യകക്ഷികളും കേന്ദ്ര ഗവൺമെൻറ്റിലെ ഭരണകക്ഷിയും എല്ലാം ചേർന്ന് രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധമായ പ്രവർത്തനങ്ങളെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല എന്നുള്ളത് നിർഭാഗ്യകരമായൊരു കാര്യമാണ്. അതൊരു കേരളം കൊണ്ട് മാത്രം അവസാനിക്കുന്ന പ്രശ്നമല്ല. മതേതര കക്ഷികൾ ഒരുമിച്ച് നിന്ന് അതിശക്തമായൊരു പോരാട്ടം നടത്തേണ്ടുന്ന കോൺഗ്രസ് പോലുള്ളൊരു പാർട്ടിയെ, മതേതര പാർട്ടികളെ മുഴുവൻ ജനങ്ങൾക്കും ആവശ്യമുള്ളൊരു ഘട്ടത്തിൽ അതുപോലുള്ള ആ ജനങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹവും കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയും കണക്കിലെടുത്തുകൊണ്ട് അതിശക്തമായൊരു മുന്നേറ്റം നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് നിർഭാഗ്യകരമായൊരു കാര്യമാണ്. അതിനിടയിലാണ് ഈ സംഘടന തെരഞ്ഞെടുപ്പും ചർച്ചകളും തർക്കങ്ങളും ആൻ്റണി പറഞ്ഞതുപോലുള്ള സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത്. അത് വളരെ ഉത്കണ്ഠാജനകമായൊരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ അത്രയും ഉത്കണ്ഠാജനകമായൊരു സാഹചര്യം ഉണ്ടെങ്കിലും ആശങ്കകളുണ്ടെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് സംഭവിക്കാനുള്ള ഒരു സാധ്യതയില്ല. ഉമ്മൻചാണ്ടി കരുണാകരൻ്റെ വഴിയെ പോവുകയോ അല്ലെങ്കിൽ വേറെ ആരുടെ വഴിയെ പോവുകയോ അങ്ങനെയുള്ള യാതൊരു അബദ്ധങ്ങളും തൽക്കാലം കേരളത്തിൽ സംഭവിക്കാൻ ഒരു സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ കുറച്ചും കൂടി രാജ്മോഹൻ ഉണ്ണിത്താനും അതുപോലെ ജേക്കബ് ജോർജും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഏതാണ്ട് ഒരുപോലുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വലിയ പ്രശ്നത്തിനുള്ള സാധ്യതയൊന്നും ഇപ്പം ഇല്ല. പക്ഷേ ഇങ്ങനെ മുന്നോട്ട് പോയാൽ അതൊരു നല്ലതാവില്ല. ഐക്യജനാധിപത്യ മുന്നണിക്ക് മാത്രമല്ല, രാജ്യത്തിന് നല്ലതാവില്ല. UDF എന്ന് പറയുന്നത് കേരളത്തിലൊരു സംവിധാനമാണ്. അതുമാത്രം വളരെ മെച്ചമായ പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ടും കാര്യമില്ല. ഇന്ത്യ ഈസ് ഇൻ ഡേഞ്ചർ, ഡെമോക്രസി ഈസ് ഇൻ ഡേഞ്ചർ, സെക്കുലറിസം ഈസ് ഇൻ ഡേഞ്ചർ. അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ആര് വഹിക്കും, അതിനാര് നേരിടുന്നുള്ളത് എല്ലാവരെയും പാർട്ടികളിലും. ജോസഫ് വാഴക്കൻ, ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞ കാര്യം, ഈ പൊടുന്നനെ ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ ഇടപെടുവാൻ തീരുമാനിച്ചത് തന്നെ കളം വ്യക്തമാക്കിക്കൊണ്ട്, കളത്തിൽ എല്ലാ കളികളും പയറ്റിക്കൊണ്ട് ഉമ്മൻചാണ്ടി ഘടകകക്ഷികളെ ഉൾപ്പെടെ തൻ്റെ സ്വാധീന വലയത്തിൽ വെച്ചതിന് ശേഷമാണ്, ഇങ്ങനെയുള്ള ചർച്ചയുടെ കാര്യമൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഈ ഡൽഹി ചർച്ചയ്ക്ക് കളമൊരുങ്ങിയത് തന്നെ. ശ്രീ ജോസഫ് വാഴക്കൻ, ഇതാരെ ഉണ്ടാക്കിയൊരു പ്ലോട്ടാണെന്നുള്ളത് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഇതുപോലൊരു ചർച്ച ഞാനും ചോദിക്കട്ടെ. പിന്നെ ഇപ്പോൾ ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡിനെ ഹൈക്കമാൻഡ് വരണ്ടിട്ട് വിളിച്ചു വരുത്തതാണ് എന്നുള്ള നിലയിലേക്കുള്ള ഈ ചർച്ച കൊണ്ടുപോകുന്നതിനോട് എനിക്കൊരു യോജിപ്പുമില്ല. അങ്ങനെ ഒരു സംഭവം അല്ലതാനും സംഭവിച്ചിരിക്കുന്നത്. ഇല്ലാത്തൊരു കഥ ഉണ്ടാക്കുക. ഇന്നലെ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ബാംഗ്ലൂരിൽ അവിടെ ജോസ് കെ മാണി പങ്കെടുത്തു, അവിടെ പിന്നെ കുഞ്ഞാലിക്കുട്ടി പങ്കെടുത്തു. കുഞ്ഞാലിക്കുട്ടി അങ്ങനെ ചർച്ചയിൽ പങ്കെടുത്തു എന്ന് കെ എൻ എ ഖാദർ ഇരിക്കുകയല്ലേ? കെ എൻ എ ഖാദർ പറയട്ടെ. സ്വാഭാവികമായിട്ടൊന്നുമില്ല എന്നാണ് ശ്രീ കെ എൻ എ ഖാദർ പറഞ്ഞത്. കെ എൻ എ ഖാദർ അറിയത് കെ എൻ എ ഖാദർ പറയട്ടെ. ജോസഫ് വാഴക്കൻ ഇല്ല എന്ന് പറഞ്ഞതായിട്ടാ ഞാൻ കേട്ടത്. ഉമ്മൻചാണ്ടി പി കെ കുഞ്ഞാലിക്കുട്ടിയോടും ഒരു കാര്യം ഞാൻ പറയാം. എന്നാ അല്ല, അവർ സംസാരിച്ചിട്ടുണ്ടാകാം. അവർ വ്യക്തിപരമായിട്ട് അവർക്ക് അടുപ്പമുള്ളവരല്ല. അപ്പം ഞങ്ങൾ കണ്ടാലും സംസാരിക്കുമല്ലോ. അതിലൊന്നുമല്ല. ആ രീതിയിലൊന്നും കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഒന്നും അങ്ങനെയൊന്നും തെറ്റായ ധാരണയൊന്നും വേണ്ട. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഞാനും കാട് കയറാൻ ആഗ്രഹിക്കുന്നില്ലാത്തത് കൊണ്ടാണ് ഞാൻ സമചിത്തതയോടുകൂടി സംസാരം ഇവിടെ നിർത്തുന്നത്. അതുകൊണ്ട് ജേക്കബ് ജോർജ് എന്നെ പ്രകോപിപ്പിച്ച ആവശ്യമില്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് ജേക്കബ് ജോർജ് എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ജോസഫ് വാഴക്കൻ അറിഞ്ഞിട്ടില്ല. അല്ല, ജോസഫ് വാഴക്കൻ ഒഴികെ ബാക്കി പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർക്കൊക്കെ ഒരു കോൺഗ്രസ് നേതാവിന് അത് ജേക്കബ് ജോർജിനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും, യാതൊരു സംശയവുമില്ല. അല്ലാതെ ഒരു ചർച്ചയൊന്നും ഇവിടെ അങ്ങനെയൊന്നും കോൺഗ്രസിനകത്തൊന്നും അങ്ങനത്തെ ഒരു അപകടത്തിലൊന്നും അല്ല കോൺഗ്രസ് നിൽക്കുന്നത്.
കോൺഗ്രസ്സിന് അങ്ങനത്തെ പ്രതിസന്ധിയുമില്ല. കോൺഗ്രസ്സൊക്കെ ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ കളമൊക്കെ മാറി വരും. ഇതൊക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസും ഒക്കെ വലിയ ശക്തിയായിട്ട് നിന്നപ്പോഴൊക്കെ പല പാർട്ടികളും ഇതുപോലൊക്കെ പല ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. നാളെ നമുക്ക് വീണ്ടും കോൺഗ്രസ് അതിൻ്റെതായ പ്രതിസന്ധികളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. നാളെ നമുക്ക് വീണ്ടും കാണാം. അല്ല, ജോസഫ് വാഴക്കൻ ഇപ്പോഴും ജോസഫ് വാഴക്കൻ പറയുന്നത് നാളത്തെ ഒരു ചർച്ചയോടുകൂടി എല്ലാ കാര്യങ്ങളും ഭംഗിയായി അവസാനിക്കും എന്നാണ്. അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ എന്തെങ്കിലും വേണ്ടി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ശ്രീ ജേക്കബ് ജോർജ്. അല്ലല്ല, സമ്മർദ്ദതന്ത്രം അല്ല ഇത് കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയാണ് പോകുന്നത്. വാഴക്കനത് അറിയാം. കാര്യങ്ങളുടെ കിടപ്പ് മാത്രമേ ഉള്ളൂ. അങ്ങനെ പോയാൽ ഇങ്ങനെ പോയാൽ അങ്ങനെ. അത് രാഷ്ട്രീയം അങ്ങനെയാണ് ഉരുണ്ടുരുണ്ടു പോകുന്നതേ. അപ്പോൾ സമ്മർദ്ദതന്ത്രം എന്ന് പറയാൻ പറ്റത്തില്ല. ഏതായാലും ഉമ്മൻചാണ്ടി അങ്ങനെ സമ്മർദ്ദതന്ത്രം പ്രയോഗിക്കുന്ന ആളല്ല. പക്ഷേ ഉമ്മൻചാണ്ടിക്ക് മുമ്പിൽ UDF രാഷ്ട്രീയം നിയന്ത്രിക്കണമെങ്കിൽ ഉമ്മൻചാണ്ടി ഒരു പ്രധാനപ്പെട്ട റോളിലേക്ക് എത്തണം. UDFിനകത്ത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതിൽ അദ്ദേഹം മറച്ചു നിൽക്കുന്നു. അതിന് അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ പരിഹരിക്കാൻ നാളെ ഹൈക്കമാൻഡിന് കഴിയുമോ? തീർച്ചയായിട്ടും ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ ജേക്കബ് ജോർജ് പറയുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ വിരട്ടാൻ ഉമ്മൻചാണ്ടി ഘടകകക്ഷികളെ ഉപയോഗിക്കുന്നു എന്നാണോ ഇപ്പൊ പറഞ്ഞത്? ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. വിശ്വസിക്കുന്നില്ല. ഞാൻ വ്യക്തമായി പറഞ്ഞുവല്ലോ. അർത്ഥവതാ വന്നിരിക്കുന്നത് സമ്മർദ്ദതന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ആളല്ല. ആളുകൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. സമ്മർദ്ദതന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ആളല്ല ഉമ്മൻചാണ്ടി എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞു. ജേക്കബ് ജോർജ് പറഞ്ഞ കാര്യം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. അതായത് ഘടകകക്ഷികളെ കൂടി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ, താൻ ഉന്നയിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഹൈക്കമാൻഡിന് മുന്നിൽ ഉന്നയിക്കുകയും അത് നേടിയെടുക്കുകയും ചെയ്യുവാനുള്ള ശ്രമം ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. കോൺഗ്രസിന്റെ നേതൃത്വം മുന്നണി നേതൃത്വത്തിൽ ആര് വരണമെന്ന് തീരുമാനിച്ചു. ഇപ്പൊ രമേശ് ചെന്നിത്തലയാണ് നേതൃത്വത്തിൽ. കോൺഗ്രസ് ആരെയാണോ നേതാവായി തിരഞ്ഞെടുക്കുന്നത് അവരെ അംഗീകരിച്ചുള്ള പാരമ്പര്യമാണ് ഇന്നുവരെ മുസ്ലിം ലീഗ് കാണിച്ചിട്ടുള്ളത്. അതിനകത്ത് കോൺഗ്രസിന്റെ ഏതെങ്കിലും വിഭാഗീയത ഭാഗമായി നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു നേതാവിനെ പിന്തുണച്ച പാരമ്പര്യം ലീഗ് ഒരിക്കലും കാണിച്ചിട്ടില്ല. ആരാണോ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവായി വരുന്നത്, ആരാണോ മുഖ്യമന്ത്രിയായി വരുന്നത്, ആരാണോ പ്രതിപക്ഷ നേതാവായി വരുന്നത്, ആ പ്രതിപക്ഷ നേതാവിനെ അതിശക്തമായി പിന്തുണച്ചിട്ടുണ്ട്. ഇന്ന് രമേശ് ചെന്നിത്തലയാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തെ മാറ്റാനോ അദ്ദേഹത്തെ ദുർബലപ്പെടുത്താനോ ഒരു കാരണവശാലും ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉമ്മൻചാണ്ടി ആഗ്രഹിക്കുന്ന VM സുധീരനെ മാറ്റുന്ന കാര്യമാണ് ശ്രീ. അല്ല, അത് തന്നെയല്ലോ മഞ്ജുഷേ. ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു മാറ്റം ആരും പ്രതീക്ഷിക്കുന്നില്ല. പ്രതീക്ഷിക്കുന്നുള്ള അക്ഷരം പ്രതി ശരിയാണ്. ഇന്ന് കേരള പ്രദേശ്, എൻ്റെ ഒരു കണക്കൂട്ടൽ ശരിയാണെങ്കിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ നേതൃമാറ്റത്തിലൂടെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ എല്ലാവരും പറഞ്ഞല്ലോ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് വളരെ ദുർബലമാണ്. സമയമില്ല, അതുകൊണ്ടാണ്. നന്ദി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ KN ഖാദർ, ശ്രീ ജോസഫ് വാഴക്കൻ.